അപ്പോൾ ഇതിൻ്റെ കോഡക്സ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. യെസ്, ഇതെന്താ എൻ്റെ കോഡക്സിൻ്റെ വലിപ്പം നോക്കിയേ. ഒരുമിച്ച് കാണിച്ചു തരാം കണ്ടോ, എന്ത് ബിഗ് പ്ലാൻസ് ആണ് നോക്കിയേ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുവരെയും ഞാൻ ചെയ്യാത്ത ഒരു ടൈപ്പ് വീഡിയോ ആയിട്ടാണ്. അതായത് എൻ്റെ മുന്നിലൊരു ബോക്സ് ഉണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എന്താണെന്ന് ക്രിസ്പായിട്ട് ഞാനൊന്ന് പറയാം. ശരിക്കും എൻ്റെ അഡീനിയം വീഡിയോസ്, എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതും അഡീനിയം വീഡിയോസിനാണ്. അപ്പോൾ എൻ്റെ അഡീനിയം ചെടികളുടെ വീഡിയോസ് കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സെയിൽസ് ഉണ്ടോ, ഞങ്ങൾക്ക് അയച്ചു തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് സെയിൽസ് ഇല്ല. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് സെയിൽസ് ഇല്ല. പക്ഷേ പലയിടത്തും സെയിലുള്ള സ്ഥലങ്ങളുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്നും പലരും അവിടുന്ന് ഒരുപാട് ചെടികൾ വാങ്ങിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ്. ഞാനങ്ങനെ ഓൺലൈൻ ഇതുവരെയും അഡീനിയം ചെടികളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ അഡീനിയം ചെടിയാണ്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി ശരിക്കും ഒരു അഡീനിയം ഫാനാണ്. പല ഭാഗത്തു നിന്നും അഡീനിയം വാങ്ങി നല്ലൊരു കളക്ഷൻ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ പുള്ളി ഈയിടയ്ക്ക് എന്നോട് പറഞ്ഞു, പുള്ളി പല സ്ഥലങ്ങളിൽ നിന്നും അഡീനിയം ചെടി വാങ്ങിയിട്ടും ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി പ്ലാന്റ്സ് കിട്ടിയൊരു അഡീനിയം ഗാർഡൻ, ഒരു ഫാം ഉണ്ട്, അവിടെ നിന്ന് ചെടി വാങ്ങി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഈഗർനെസ്, അത് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനും ഒരു 5 ചെടികൾക്ക് അവിടേക്ക് ഓർഡർ അയച്ചത്. അപ്പോൾ ശരിക്കും അതാണ് ഈ ഇരിക്കുന്ന ചെടി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അഡീനിയം കളക്ഷനുള്ള ആളെന്ന് ഒന്നും പറയാതെ ഒരു ഓർഡർ ഞാനും പ്ലേസ് ചെയ്തതേ സാധനം ഇന്ന് എൻ്റെ മുന്നിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് അയച്ചിട്ട് 3 ദിവസമായി. ഈ ചെടികൾ എന്ത് കണ്ടീഷനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇത് വീഡിയോ ആക്കി നിങ്ങളെ കൂടെ കാണിച്ചാലോ. അപ്പോൾ ഞാൻ ഈ ഫാമിൻ്റെ ആളെ ഒന്ന് കോൺടാക്ട് ചെയ്തു. കാരണം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ്, അത് വാങ്ങാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ട്, അതും കൂടി അറിയണമല്ലോ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അവരത് എനിക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് കണ്ണൂരുള്ള പ്ലാന്റ് ഹബ്ബ് എന്നൊരു ഫാമിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഒന്നും പറയാതെ അയച്ച് വരുത്തിയത് കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും ഏത് രീതിയിലായിരിക്കും ഇവർ ചെടികൾ അയക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ അങ്ങനെ പറഞ്ഞയക്കുകയാണെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും ശരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ചെടിയുടെ അവസ്ഥ, ഇതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം എങ്ങനെയാണ്, ചെടിയുടെ ക്വാളിറ്റി എന്താണ്, ഞാനും കണ്ടില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന ശേഷം കാണാം കേട്ടോ. ഓക്കെ, ശരിക്കും ഇപ്പോൾ രാത്രി 11 മണിയായി കേട്ടോ. ഡേ ടൈമിൽ ഞാൻ ഒട്ടും ഫ്രീ അല്ല. അതുകൊണ്ട് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതേ വന്നിരുന്നിട്ടാണ് ഇത് അൺബോക്സിങ് ചെയ്യുന്നത്. അതുകൊണ്ട് വീട്ടിനകത്തിരുന്ന് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. ഇത് ചെടികളായതുകൊണ്ട് ചിലപ്പം വച്ചിരുന്നാൽ ചീത്തയായി പോകും തോന്നിയുകൊണ്ട് അപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്ന കേട്ടോ. യെസ്, വളരെ നല്ല ചെടിയാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ 5 ചെടികൾ ഓർഡർ ചെയ്ത കേട്ടോ. ഇതാണ് ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഒന്നിൻ്റെ ചെടികളുടെ ലീഫിന് ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്നിട്ടിരിക്കട്ടെ. നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ, കണ്ടല്ലോ. 1 2 യെസ്, ഇത് വളരെ നല്ലൊരു പ്ലാന്റ് ആട്ടോ. അതിൻ്റെ കോഡക്സ് ഞാൻ കാണിച്ചു തരാവേ. 4 5 ചെയ്തുണ്ടോ. 3 ദിവസമായെങ്കിലും വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡക്സ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. യെസ്, ഇതെന്താ എൻ്റെ കോഡക്സിൻ്റെ വലിപ്പം നോക്കിയേ. നല്ല പ്ലാന്റ് കേട്ടോ, എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത കേട്ടോ. 1 2 3 4 5 5 ബ്രാഞ്ചുകൾ തന്നെ ഉണ്ട്. ഇതിലൊക്കെ മൊട്ടും നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് ഒരു പ്ലാന്റ്. അതായത് ഈ പ്ലാന്റ് നോക്കാം നമുക്ക്. ഇതിലും 1 2 3 4 4 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. അതും കണ്ടോ, അത്യാവശ്യം നല്ല കോഡക്സ് ഉള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് കേട്ടോ. ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ വില പറയാം കേട്ടോ. അടിപൊളി, നൈസ് അല്ലേ. ഇതിലും ഉണ്ട് 3 ബ്രാഞ്ച് കേട്ടോ. നല്ല ബുഷായിട്ട് വളർത്താൻ പറ്റിയ ക്വാളിറ്റി അടീനിയം കേട്ടോ. എല്ലാം നല്ല
ഒന്നും കൂടി ഉണ്ട്. ഇത് കുറച്ച് ഹൈറ്റുള്ള പ്ലാന്റ് കേട്ടോ. യെസ്, ഇതും നോട്ട് ബാഡ്. ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്ത് ബിഗ് പ്ലാന്റ്സ് ആണെന്ന് നോക്കിക്കേ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അഡീനിയം കളക്ഷൻ കുറേ അധികം ഉണ്ട്. എന്നാലും എനിക്കില്ലാത്ത കുറച്ച് കളേഴ്സ് നോക്കിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത്. ഇവരെനിക്കൊരു ഗ്യാരണ്ടിയും കൂടി തന്നിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പൂവല്ല ഇതിലുണ്ടാകുന്നതെങ്കിൽ ഇവർ റീപ്ലേസ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഗ്യാരണ്ടി കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ വില നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത് ഒരെണ്ണത്തിൻ്റെ വില 195 രൂപ കേട്ടോ, 195 റുപ്പീസ്. എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും ഇത്രയും ക്വാളിറ്റി കോഡക്സ് ഉള്ള പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി, ഇത്രയും ബ്രാഞ്ചസ് ഉള്ള, ഇത്രയും ഗ്രാഫ്റ്റഡ് അഡീനിയം ചെടികൾ 195 റുപ്പീസിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ തന്നെ നിങ്ങൾ പല വീഡിയോസ് നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതിലും ഇത്രയും ചീപ്പായിരുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സത്യമായിട്ട് തന്നെ പറയണമല്ലോ. ചെയ്യണ്ട, എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. അടിപൊളി പ്ലാന്റ്സ് കേട്ടോ. ഇനി ഇവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഞാനത് കിട്ടിയ ശേഷം ഇന്ന് രാവിലെ അവരെ കോൺടാക്ട് ചെയ്തേ. അവർക്ക് ഈ 195ൻ്റെ പ്ലാൻസ് കൂടാണ്ട് 95 മുതൽ 95 രൂപ മുതൽ മുകളിലോട്ട് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ഓഫ് അഡീനിയം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 95 മുതൽ 175 രൂപ വരെ പല സെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം 195 ആണ്. ഈ 195ൻ്റെ പ്ലാന്റ്സിന് ഇവർ കോഡക്സിൻ്റെ സൈസ് ഒന്നും നോക്കില്ല. ഏത് ടൈപ്പ് ഓഫ് കോഡക്സ് ഉണ്ടെങ്കിലും, ഏത് സൈസ് ഓഫ് കോഡക്സ് ഉണ്ടെങ്കിലും 195 രൂപ വാങ്ങുന്നുള്ളൂ. അതുകൂടാണ്ട് വലിയ പ്ലാൻസ് അവരുടെ കയ്യിലുണ്ട്. 300, 400, 500, 800 രൂപ വരെ വലിയ ബിഗ് പ്ലാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അവർ സെയിൽ ചെയ്യുന്നത് എനിക്ക് തോന്നി ഈ 195ൻ്റെ പ്ലാൻസ് ആണ്, 195ൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ വേറെ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇത് കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ വേറെ കാര്യം എന്താ വെച്ചാൽ, ഇത് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 ദിവസം വരെ വേണ്ടി വരും ഇതിൻ്റെ ഡെസ്പാച്ചിന്. കഴിഞ്ഞ സീസണിൽ ഇവർ 20,000 ചെടികൾ വിറ്റു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും തിരക്കുള്ളത് കൊണ്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 ദിവസത്തിനകത്ത് ഇത് എത്തിക്കും എന്നാണ് പറയുന്നത്. ഒരു കേരളത്തിനകത്താണെങ്കിൽ DTDC കൊറിയറിലാണ് സാധനം അയക്കുന്നത്. പുറത്താണെങ്കിൽ സ്പീഡ് പോസ്റ്റിലാണ് അയച്ചു കൊടുക്കുക. കേരളത്തിന് പുറത്താണെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇവരുടെ ഫാം ഉള്ളത് കണ്ണൂരാണ്. അവരുടെ സ്വന്തം പ്ലാൻസ് ആണ് അവർ കണ്ണൂരിൽ നിന്നിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അതുകൂടാണ്ട് മൈസൂർ ഇവർക്കൊരു ഫാം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വയനാട്ടിലാണ് ഏറ്റവും വലിയ ഫാം എന്നോട് പറയും. അപ്പോൾ ഒരു ദിവസം ഇവരുടെ ഏതെങ്കിലും ഒരു ഫാമിൽ പോകാൻ പറ്റിയാൽ അതൊരു വീഡിയോ എടുത്താൽ നിങ്ങളെ ഞാൻ കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഫാമൊക്കെ കാണുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഇത്രയും ക്വാളിറ്റി പ്ലാന്റ്സ് എനിക്ക് കിട്ടിയ കാര്യത്തിൽ. പിന്നെ ഈ 95 മുതലുള്ള പ്ലാന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, അതിന് ചില പ്ലാന്റ്സിൽ ലീഫ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നൊരു പറഞ്ഞു. കാരണം ശരിക്കും ഡ്രൈ ആക്കിയിട്ട് അയക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ലീഫ് ഉണ്ടാവില്ല. എന്നാലും ക്വാളിറ്റി പ്ലാന്റ്സ് അയക്കുന്നതിന് അഷ്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെന്നുള്ളത്, ഇത് അയച്ച് നമ്മുടെ കയ്യിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ കോഡക്സിന് എന്തെങ്കിലും ചുളുക്കോ എന്തെങ്കിലും കേടോ എന്തെങ്കിലും ചീച്ചലോ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവർ റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓർഡർ ചെയ്യുന്ന കളറിലല്ല ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നതെങ്കിൽ അതും അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അവർ റീപ്ലേസ് ചെയ്ത് ആ ശരിക്കുള്ള പ്ലാന്റ് തരും. അത്രയും കേസ് അധികം വന്നിട്ടില്ല, പക്ഷെ അങ്ങനെ തരാമെന്ന് അവർ പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് പലപ്പോഴും കോംബോ ഓഫേഴ്സ് വരാറുണ്ടെന്ന് പറയുന്നു. 5ൻ്റെയും 10ൻ്റെയും പല കളേഴ്സിൻ്റെ കോംബോ ഓഫേഴ്സ്. അപ്പോൾ ഇനിയും അത്തരം ഓഫേഴ്സ് വന്നാൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തിക്കാം. അപ്പോൾ എനിക്കിഷ്ടമായി, കാരണം അത്രയും ക്വാളിറ്റി പ്ലാന്റ്സ് ആണ് അയച്ചിരിക്കുന്നത്. ഒരു കേടോ ഒന്നുമില്ല. കാരണം ഞാൻ കുറേ അഡീനിയം പ്ലാന്റ്സ് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അഷ്യൂർ ചെയ്യുന്നു ഇത് ക്വാളിറ്റി പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ചെടികൾ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇവരെ കോൺടാക്ട് ചെയ്യാം. അതുകൂടാണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഡീറ്റെയിൽസും ഇവരുടെ കോൺടാക്ട് നമ്പറും കൊടുത്തിരിക്കാം. പ്ലാന്റ് ഹബ്ബ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചെടികളെ ഞാൻ എങ്ങനെ പോട്ട് ചെയ്യുന്നു എന്ന രീതി മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. പിന്നെ എന്ന് പോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ പലർക്കും ഒരു സംശയമാണ്, ഇത് വന്ന് അപ്പോൾ തന്നെ ഇപ്പോൾ കൊണ്ട് പോട്ട് ചെയ്യണോ, അടുത്ത ദിവസം ചീത്തയായി. ഞാനിപ്പോൾ നിങ്ങളെ ഇത് പൊളിച്ച് കാണിക്കാനുള്ള കാരണം ഇലകളൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ. അത് ഞാൻ പൊളിച്ച് കാണിച്ചേ. ഇത് നിങ്ങൾ 1 മാസം ഇങ്ങനെ കൊണ്ടുവച്ചാലും ഈ ചെടികൾക്ക് ഒന്നും സംഭവിക്കില്ല. അതിനുശേഷം സൗകര്യം പോലെ നട്ടുകൊടുത്താൽ മതി. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാത്ത കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് അഡീനിയം പ്രേമികൾക്ക് വേണ്ടി ചെയ്ത ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ അറിയിക്കുക. കാരണം ഇത്തരം വീഡിയോസ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.